അപ്പൊ ഇനി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാല് നമ്മുടെ സ്ലീവ് കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോ നമുക്ക് ഒരുമിച്ച് കട്ട് ചെയ്യാൻ ശ്രദ്ധിച്ച് കാണാം. ഇത് ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, നിന്നെ കാണിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്താ ചെയ്തതെന്ന് വെച്ചാല് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ, ഈ കട്ട് ചെയ്തെടുത്തത് നമ്മുടെ ഈ മെയിൻ ഫാബ്രിക്കിന്റെ മേളിൽ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കാം, വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. അത്രേ ഉള്ളൂ, വേറെ ഇതിലൊന്നും ചെയ്യാനില്ല കേട്ടോ. ഇതിൽ നമുക്ക് ആവശ്യമുള്ള ഭാഗം എന്ന് പറയുന്നത് ബാക്ക് പാർട്ടാണ്. അപ്പൊ ഈ ബാക്ക് പാർട്ട് ഇങ്ങനെ എടുക്കാം. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി ഞാൻ തുണി തന്നെയാണ് എടുക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ എടുത്തിട്ട് നീ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ പോർഷൻ ഉണ്ടല്ലോ എടുക്കാം. എന്നിട്ട് ബാക്ക് പോർഷൻ എടുക്കാം. എന്നിട്ട് ഇവിടെ തൊട്ട് ഇവിടെ വരെ മെഷർ ചെയ്ത് എടുക്കാം. തെറ്റാണ്ട് മെഷർ ചെയ്തെടുക്കാം കേട്ടോ. ഒരു പോയിന്റ്, അതായത് 9.5 ഒരു പോയിന്റ് കൂടുതലുണ്ട്. അതിപ്പോ എത്ര ആണെന്നാണ് അത്ര തന്നെ വരത്തുള്ളൂ. നീ ഒരു 2 വട്ടമൊക്കെ ആയിട്ട് അളവ് നോക്കണം കേട്ടോ. അപ്പൊ ഞാനിവിടെ 9.5 എടുക്കുന്നുള്ളൂ, ഒരു പോയിന്റ് അല്ല. അത് വേണമെങ്കിൽ കൂട്ടണമെങ്കിൽ കൂട്ടാം. ഇത് നമ്മൾ എന്നിട്ട് ഇത് മാറ്റി വെക്കാം. ഇത് സ്ക്രീനിൽ കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നത് ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ കേട്ടോ. ഓക്കെ, കാണുന്നുണ്ട്. അപ്പൊ എനിക്ക് കിട്ടിയത് 9.5 ഒരു പോയിന്റും ആണ്. അപ്പൊ നിനക്ക് എത്ര കിട്ടിയെന്ന് എനിക്കറിയില്ലല്ലോ. അപ്പൊ ഞാനത് എടുക്കാം. അത് ഇനിന്ന് ഇപ്പൊ നമുക്ക് കിട്ടിയതിൽ നിന്നും 1 ഇഞ്ച് നീ കുറയ്ക്കണം. ഇപ്പൊ എനിക്ക് 9.5 ആണ് കിട്ടിയത് കൊണ്ട് ഞാൻ 8.5 എടുക്കുന്നു. എനിക്ക് എത്ര കിട്ടിയെന്ന് വെച്ചാൽ അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ചിട്ട് വേണം നമ്മൾ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് എനിക്ക് 9.5 കിട്ടിയോണ്ട് അതറിയാൻ വേണ്ടിട്ട് ഞാൻ അങ്ങനെ മാർക്ക് ചെയ്യുന്നു. 8.5 മാർക്ക് ചെയ്യുന്നു കേട്ടോ. അതിൽ കൂടുതൽ മാർക്ക് ചെയ്യണ്ട. 8.5ക്ക് ഒരു പോയിന്റ് കൂടുതലാണ്, അതുകൊണ്ട് ഞാൻ ഒരു പോയിന്റും കൂടെ ഫുൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് ഡെപ്ത് കൊടുക്കണം. അതായത് നമ്മുടെ കക്ഷത്തിന്റെ അവിടേക്കുള്ള ഒരു ഡെപ്ത് ആണ്. ഓരോ സ്ലീവിനും വേറെ ആയിട്ടാണ് കൊടുക്കുക. ഇത് ഇപ്പോ 3/4 ആയതുകൊണ്ട് കോമൺ ആയിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട്. അതാണ് ഞാനിപ്പോ പറയാൻ പോകുന്നത്. നീ കേട്ടിട്ടുണ്ടാവും ചിലപ്പോ. ഇവിടെ വരെയുള്ള ഡെപ്ത് എന്ന് പറയുന്നത് 3.5. അത് ഏതൊരു സ്ലീവിനും 3.5 എടുത്താലും ഇപ്പൊ തരക്കേടില്ല. ഇപ്പൊ വലിയ സൈസ് ഉള്ളവരൊക്കെയാണ്, ഒരു 44 സൈസ് ഉള്ളവരൊക്കെയാണെന്ന് വെച്ചാൽ 3.5ക്ക് പകരം 4 എടുക്കണം കേട്ടോ. അപ്പൊ നമ്മളിപ്പോ 3.5 എടുക്കാണ് കേട്ടോ. അവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യുക, എന്നിട്ട് ഇതിങ്ങനെ വരച്ചു കൊടുക്കാം. തെറ്റാണ്ട് വരക്കണം കേട്ടോ. ഇവിടെ വരെ 8.5 ഇല്ലേ എന്നുള്ളത് ഇങ്ങനെ വരച്ചു കൊടുക്കുക, വരച്ച് തന്നെ കൊടുക്കുക. എന്താന്ന് വെച്ചാല് ഇപ്പൊ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണ് എന്നുണ്ടെന്ന് വെച്ചാല്, അതായത് ആദ്യമായിട്ടല്ലേ ചെയ്യുന്നേ, അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ വരച്ച് തന്നെ കൊടുക്കാം. മടിയൊന്നും വിചാരിക്കണ്ട കേട്ടാ. വരയ്ക്കാണ്ട് പിന്നെ എക്സ്പേർട്ട് ആയി കഴിഞ്ഞാൽ നമ്മളിത് വരയ്ക്കൊന്നുമില്ല. എന്നിട്ട് ഇതിന്റെ സെന്ററിലേക്ക് കൂടെ ഒരു വരയൊന്ന് വരച്ചു കൊടുക്കാം. ഇതിപ്പോ ഡീറ്റെയിൽ ആയിട്ടാണ് പറഞ്ഞു തരുന്നത് കേട്ടാ. നമ്മള് ഇവിടെ ഈ ടോപ്പ് സൈഡിലുണ്ടല്ലോ, ടോപ്പ് സൈഡിൽ നമ്മൾ ഒരു ഇഞ്ച് വിടാം. 1 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇതിൽ നിന്നും ഇതിന്റെ സെന്റർ പോയിന്റ് കണ്ടുപിടിക്കാം. ഫസ്റ്റ് ഇതാണ് സെന്റർ പോയിന്റ്. അതിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യാം. നിനക്കിത് ഞാൻ വരയ്ക്കുമ്പോ പെൻസിൽ ആയതുകൊണ്ട് ചിലപ്പോ കാണില്ല. ഞാൻ വരച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു സ്കെച്ച് വെച്ചിട്ട് വരയ്ക്കാം കേട്ടോ. ഇതിൽ നിന്ന് സെന്റർ പോയിന്റ് ഞാൻ ഇവിടെ കണ്ടുപിടിച്ചു. ഞാൻ വേണമെങ്കിൽ പാൻ ഉപയോഗിക്കാം. ഇവിടെ 1 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇവിടെ ഞാൻ മിഡ് പോയിന്റ് മാർക്ക് ചെയ്തു. ഇതിൽ നിന്നും അതിന്റെയും ഒരു സെന്റർ പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്യാം. ഇവിടെ ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊടുക്കുന്ന ഒരു 1/2 ഇഞ്ച് തന്നെ കൊടുത്തേച്ചാൽ മതി കേട്ടോ. ഞാനങ്ങനെ അറിയാൻ വേണ്ടി പറഞ്ഞു മാത്രം. ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെയും അതേപോലെ
മിഡ് പോയിന്റ് കണ്ട് ഒരു 1/2 ഇഞ്ച് മുകളിൽ കയറ്റിക്കും. എന്നിട്ട് ഈ 1 ഇഞ്ച് മാറ്റില്ലേ, അവിടെ നിന്ന് നമ്മള് വരച്ചു തുടങ്ങാം. ഇങ്ങനെ വരച്ച് ഒരു ഫ്രഞ്ച് സ്കെയിലൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാല് അല്ലാതെ കിട്ടും. വെച്ച കുഴപ്പമൊന്നുമില്ല. ഇതിങ്ങനെ വെക്കാം. എന്നിട്ട് ഈ പോയിന്റിൽ കൂടെ നമ്മളിങ്ങനെ എടുക്കാം. എന്നിട്ട് ഇതിങ്ങനെ തിരിച്ചു വെക്കാം. ഈ പോയിന്റിൽ കൂടെ കടക്കുന്ന രീതിയിൽ പോവാം. ഇപ്പൊ അതില്ലെങ്കിൽ ഫ്രീ ഹാൻഡ് ആയിട്ട് നമ്മൾക്ക് വരയ്ക്കുന്ന രീതിയിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ നമ്മളിങ്ങനെ വരച്ചു പോയാലും കുഴപ്പമൊന്നുമില്ല. ആ ഒരു കുഴി അത് നമുക്ക് അവിടെ കിട്ടണം. വല്ലാണ്ട് കുഴിയാനും പാടില്ല, ഇവിടെ വല്ലാണ്ട് പൊന്തിക്കാനും പാടില്ല. ഞാനിവിടെ ഈ പെൻസിൽ പേന വരയ്ക്കാം. ഈ സെന്ററിൽ കൂടെയാണ് എടുക്കേണ്ടത് കേട്ടാ. ഇങ്ങനെ കിട്ടണം. ഇനി നമ്മള് ഇത് അളന്ന് നോക്കണം. കണ്ടോ, അളന്ന് നോക്കുമ്പോ നമ്മള് മറ്റേ ഫാബ്രിക്കിൽ എത്ര അളന്നു അത്ര തന്നെ ഇവിടെ കിട്ടി. 1 പോയിന്റ് കണക്കിന് അത് തന്നെ കിട്ടിയ. നീ എത്ര ആണോ നിന്റെ അളന്നെടുത്തത് ആ അളന്നെടുത്തത് ഇതിൽ കിട്ടണം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇത് ഭയങ്കര പെർഫെക്റ്റ് ആവുന്നേക്കണം കേട്ടോ. ഇനി നമ്മള് ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഷോൾഡറിൽ നിന്ന് നമ്മള് ഇങ്ങോട്ട് കക്ഷത്തിന് തൊട്ട് താഴത്തോട്ട് ഒരു 6 ഇഞ്ച് ലെങ്ത്തിൽ അല്ലെങ്കിൽ ഒരു 6.5 ഇഞ്ച് ലെങ്ത്തിൽ മസിൽ റൗണ്ട് എന്നുള്ളത് എടുക്കണം. അപ്പൊ എന്റെ കാര്യത്തില് നിന്റെ കയ്യിൽ നിന്ന് നീ മെഷർ ചെയ്തെടുക്കാം, റൗണ്ട് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കാം. എന്റെ കാര്യത്തില് 11 എനിക്ക് വന്നത്. എനിക്ക് അത്ര വലിയ വണ്ണൊന്നുമില്ല. അപ്പൊ 11ന്റെ പാതി കാണാം 5.5. ഈ 5.5 നമ്മളിവിടെ മാർക്ക് ചെയ്യാം. എന്നിട്ട് നമ്മളൊരു 2 ഇഞ്ച് 2.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തേക്കാം. എനിക്ക് പിന്നെ ഇവിടെ നിന്ന് നമ്മള് 3/4 ലെങ്ത് എടുക്കും. അതൊരു 12 ലെങ്തിൽ എടുക്കാം. നിന്റെ ഈ ഷോൾഡർ തൊട്ട് ഈ മുട്ട് വരെ എത്രയാന്നുള്ളത് നീ അളക്കാം. എന്നിട്ട് ഇതിങ്ങനെ മടക്കി പിടിച്ചിട്ട് ഇതിന്റെ ഇവിടെ ടൈറ്റ് ആണ് കേട്ടോ. ഇത് ഈ ഡ്രസ്സിന്റെ പ്രശ്നമാണ് കേട്ടോ. എനിക്ക് ഇവിടെ ടൈറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഈ കക്ഷത്തിന്റെ അവിടേക്ക് എന്ത് വരും, മുറുക്കം വരും. നിങ്ങക്ക് കാണുന്നതറിയില്ല. ഇങ്ങനെ ടൈറ്റ് ചെയ്യുമ്പോ ഉണ്ടാ ഇവിടെ ഇറങ്ങി ഈ കക്ഷത്തിന്റെ അവിടെ കയറി വരും. അതുകൊണ്ട് ഇവിടെ എങ്ങനെ പോയാലും ഈ സൈഡിൽ നമ്മൾ കുറച്ച് ലൂസ് ഇടണം. ഇങ്ങനെ മടക്കി പിടിച്ചതിന് ശേഷം വേണം മെഷർമെന്റ് എടുക്കാനായിട്ട്. എനിക്ക് അവിടെ 10 അപ്പൊ 10 പാതി 5 ആ 5 നമ്മളിവിടെ മാർക്ക് ചെയ്തു. 2.5 ഇഞ്ച് തയ്യും. അത്രയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാനിത് ആവശ്യമില്ലാത്തത് വെട്ടി കളഞ്ഞാൽ മതി കേട്ടോ. ഇനി കുറച്ചും കൂടെ അങ്ങോട്ട് എടുക്കുന്നുണ്ട്. 12 കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ട് ഒരു 15 കണക്കാക്കി എടുക്കാണ്. ഇത് മടക്കി അടിച്ചൊരിഞ്ഞ് നമ്മളിവിടെ ഒരു പടി മടക്കി അടിക്കാനുണ്ട്. അതുകൊണ്ട് 1/2 ഇഞ്ച് അതിൻ്റെ ഉള്ളിൽ പോവും. പിന്നെ 1/2 ഇഞ്ച് മുകളിലും പോകുമ്പോ കറക്റ്റ് 14 വന്ന് നിൽക്കും. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടത്തെ ഭാഗം കൂടെ നമ്മള് ഇവിടുത്തെ ഇങ്ങനെ പിടിച്ചിട്ട് 4 മാർക്ക് ചെയ്യും. ഇവിടെ ഇത്രയുള്ളൂ. ഇനി നമ്മളിതിങ്ങനെ കൂട്ടി വരയ്ക്കുള്ളൂ. കൊള്ളെടുക്കണവരെന്താ വെച്ചാൽ ഇവിടെ നിന്ന് അങ്ങനെ എടുത്തു പോവാം. നമ്മളിത് കട്ട് ചെയ്തെടുക്കാം. ബാക്കി ഞാൻ അവിടെ വെച്ച് പറഞ്ഞുതരാം. നോക്കുമ്പോ ഇങ്ങനെ അല്ലെ. ഇനി നമ്മള് നിവർത്തി പിടിച്ച് ഈ സെന്റർ പോയിന്റ് ഡോട്ടില്ല. അതിന്റെ ഇവിടെ നിന്ന് നടുക്ക് ഒരു 1 ഇഞ്ച് മാറ്റിയിട്ട് നമ്മളോട് ഒരു 1/2 ഇഞ്ച് വിട്ട് കൊടുക്കാം. എന്നിട്ട്
ഈ പോയിന്റ് ഇവിടെ നിന്ന് കുറച്ച് പോയിന്റ് നീക്കിയിട്ട് നമ്മള് ഇങ്ങനെ ഒരു വര കൊടുക്കാം. ഈ വര ചെന്നെത്തേണ്ടത് ഇതിനോട് ചേർന്നിട്ടായിരിക്കണം. ഇവിടെ നിന്ന് പിന്നെ കുഴിച്ച് ഇങ്ങനെ പോകരുത്, ഇതിനോട് ചേർന്ന് തന്നെ പോകണം. ഈ പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കാം. ഇവിടെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ല ഷേപ്പായിട്ട് കട്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ അവിടെ അറിയാൻ വേണ്ടിട്ട് തുണിയിൽ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ ഇതേപോലെ മടക്കി വെച്ചിട്ട് ഒരു നോക്കാൻ കിട്ടും. അപ്പൊ ഇത്രയേ ഉള്ളൂ സ്ലീവിന്റെ പണി. ഇനി നമ്മൾ ഫാബ്രിക് എടുക്കുമ്പോൾ നമ്മുടെ സ്ലീവ് വേറെയാണ്. അപ്പൊ ഇതൊരു കോമൺ ആയിട്ടുള്ള ഒരു സ്ലീവ് ആണ്. ഈ കോമൺ സ്ലീവ് വെച്ചിട്ട് നമ്മുടെ സ്റ്റൈലിലുള്ള സ്ലീവ് എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഏതൊരു തുണി എടുത്താലും നമ്മൾ ഫസ്റ്റ് മാർക്ക് ചെയ്യേണ്ടത് ഇതാണ്. ലെവൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു നമ്മുടെ സ്ലീവ് നിങ്ങൾക്ക് അറിയാലോ ഇങ്ങനെയാണ്. അപ്പൊ ക്യാപ്പ് ഹൈറ്റ് എത്ര വേണം, അതായത് വല്ലോണ്ട് പൊന്തിക്കണമെന്ന് വെച്ചാൽ ഒരു 3-4 ഒക്കെ എടുക്കാം. ഇപ്പൊ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ചെറിയൊരു പൊന്തി നിൽക്കണ പോലെയൊക്കെ മതി എന്ന് വെച്ചാല് ഒരു 2.5 മാർക്ക് ചെയ്യാൻ. ഞാനൊരു 2.5 മാർക്ക് ചെയ്യാണ് കേട്ടോ. ഞാൻ ഇത്തിരി ലൂസിലാണ്. എനിക്ക് ഇത് ലെങ്ത് വരുന്നത് വീതി വരുന്നത് 10 ഇഞ്ചാണ്. കാരണം എന്റെ ഈ സ്ലീവ് വെച്ച് കഴിഞ്ഞാല് ഇത്ര പോർഷനെ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഇതൊരു എത്ര ഇഞ്ച് വരും, 1.5 ഇഞ്ച് ഇവിടെ എനിക്ക് എടുത്തു കിട്ടും. ഇത് കൂട്ടണ്ടാട്ടാ, ഈ വശം കൂട്ടണ്ടാട്ടാ. ഈ വശം കൂട്ടി വല്ലാണ്ട് ഇങ്ങനെ നമ്മൾ പട്ടുപാടുക്കൊക്കെ ഇങ്ങനെ വിരിവ് വരില്ല, അതേപോലത്തെ വിരിവ് വരും. അങ്ങനെ വേണ്ടത് ചെറിയൊരു വിരിവ് മതി. അതുകൊണ്ട് ഞാൻ ലൂസായിട്ട് കൊടുക്കണം. അതുകൊണ്ട് ഇതിപ്പോ പറഞ്ഞത് മനസ്സിലാവുന്നത്, ഇതിപ്പോ ക്യാപ്പ് ഹൈറ്റ് കൊടുത്തിട്ട് ഈ സംഭവം നമ്മൾ ഇവിടെ കറക്റ്റ് ലെവൽ ചെയ്തിട്ട് വെക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പൊ സ്കിന്നിനോട് ചേർന്നിട്ടുള്ള ഒരു ടൈപ്പ് സ്ലീവ് ആയിരിക്കും കേട്ടാ. എന്നാ മുകളിൽ ഇങ്ങനെ പഫായിട്ട് നിൽക്കുകയും ചെയ്യും. ഇനിയിപ്പോ ഇവിടെ ഒരു 1.5 ഇഞ്ച് നമ്മൾ വിട്ടിട്ടാണ് ഇത് ചെയ്യണേന്ന് വെച്ചാല് ഇവിടെ ക്യാപ്പ് ഹൈറ്റിന് കിട്ടും ചെയ്യും. ഈ ഒരു സ്കിന്നിനോട് ചേരൂല, ഒരു ചെറിയൊരു ലൂസും ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ എടുത്തേക്കുന്നത് കേട്ടാ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ഈ ഒരു പോയിന്റിൽ ഈ സംഭവം നമ്മുടെ പാറ്റേൺ വെച്ചിട്ട് മാർക്ക് ചെയ്യണേ. എന്റെ തുണി ഇത്ര ഉള്ളത് കൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് എടുക്കുന്നു മാത്രം. താനും അതേപോലെ തന്നെ ചെയ്യാ കേട്ടോ. നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് സംശയമൊക്കെ ഉണ്ടെന്ന് വെച്ച് ചോദിക്കാം. പിന്നെ പറയുന്നതും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. എന്നിട്ട് നമ്മൾ ഇതിനെ കറക്റ്റ് ചെയ്ത് വരയ്ക്കാം. ഇത്രേ ഉള്ളൂ. ഇവിടെ നമ്മൾ വരച്ചില്ല വെച്ചാലും കുഴപ്പമൊന്നുമില്ല. എന്നാലും ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് വെറുതെ ഒരു വരങ്ങ് വരച്ചു കൊടുത്തേക്കാം. വേറെ ഒന്നും അതിൽ ചെയ്യാനില്ല. നമ്മളിത് വരച്ചേക്കുന്നത് വെട്ടിയെടുക്കാം. ഈ താഴത്തെ പോർഷൻ നമുക്ക് പടി വെച്ചടിക്കാനായിട്ട് എടുക്കണം കേട്ടോ. നമ്മളിവിടെയും ചെറുതായിട്ടൊരു ഇതുപോലെ വരും, ഇങ്ങനെ ചുളിവ് പോലെ വരും. അപ്പൊ അത് കുഴപ്പമില്ല, ഇത് ഇവിടെ ചേർന്ന് പോയിക്കോളും. ഇനി വല്ലാണ്ട് ഇവിടെ ചുളിവ് പോലെ വരുന്ന വെച്ചാൽ ഇത് ഫുള്ളായിട്ട് എടുക്കാം കേട്ടോ. ഇങ്ങനെ അങ്ങനെ കുറച്ചും കൂടെ ചുളിവാണെങ്കിൽ നമ്മള് സ്ലീവായിട്ട് കൊടുക്കണ്ട, ഇത് ഇങ്ങനെ തന്നെ എടുത്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പൊ ഞാനിപ്പോ ഇത് ഇത്ര തന്നെ എടുത്തിട്ട് കട്ട് ചെയ്യാണ്. ഈ ഒരു പോർഷനിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് ഞാൻ പറയാൻ വിട്ടുപോയതാട്ടാ. നമ്മൾ ഈ തുമ്പത്തിൽ നിന്ന് ഈ പാറ്റേൺ വെച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യണം. അത് ഞാൻ വിട്ടുപോയി, എന്നോട് ക്ഷമിക്കണം, പറയാനായിട്ട് വിട്ടുപോയി. ഞാൻ തന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴാണ് ഞാൻ ഓർത്തത്. കട്ട് ചെയ്ത് പോയാണ്, പോയി മനസ്സിലായില്ലേ. ഞാനിങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പോ മറക്കരുത്, പെട്ടെന്ന് നിർത്തിക്ക് ചെയ്തപ്പോ മറന്നു. ഇങ്ങനെ എടുക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ സ്ലീവിന്റെ കട്ടിങ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ സെന്ററിൽ ഒരു നോച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളിത് നിവർത്തി വെക്കാം. എന്നിട്ട് ഈ പാറ്റേൺ നിവർത്തി വെക്കാം. എന്നിട്ട് ഈ പോയിന്റ് നമ്മളിങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ഇതിന്റെ കൈക്കുഴി വരച്ചു കൊടുക്കാം. എന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കാം.
ഇവിടെ നമ്മൾ ഒന്ന് ഒഴിച്ചിട്ട് കൊടുക്കണം. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മുടെ ഈ പടി ഉണ്ടല്ലോ, പടി വെക്കാൻ നമ്മളിത് എടുക്കാം. എന്നിട്ട് ആവശ്യമുള്ളത് എടുത്തതിന് ശേഷം ബാക്കിയുള്ളത് കട്ട് ചെയ്തില്ലേ ഇങ്ങനെ മടക്കി അടിക്കാൻ കേട്ടോ. ഇപ്പൊ ഇതിലുള്ള സ്ലീവ് കട്ട് ചെയ്യണത്. ഇനി നമുക്ക് ബാക്കിയുള്ള സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കാം. ഇതേപോലെ നമ്മുടെ പാറ്റേൺ ഇങ്ങനെ വെച്ചിട്ട് കറക്റ്റ് ലെവലിൽ വെച്ചിട്ട് ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ മാത്രം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് മാത്രം ഉണ്ടല്ലോ, ഇവിടെ നിന്ന് ഇങ്ങനെ പഫ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇവിടേക്ക് കൂട്ടിച്ചേർക്കാം. ചെറിയൊരു സ്റ്റിച്ച് വേണ്ട കേട്ടോ, ഇങ്ങനെ ചേർക്കാം. ബാക്കിയുള്ള നമുക്ക് അടച്ചു, അതായത് ഇത് നേർത്തി വെക്കാം. നമ്മളിവിടെ ചെറുതായിട്ടൊരു സിംഗിൾ സ്റ്റിച്ച് ഇട്ടിട്ട് ഇങ്ങനെ 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 ആക്കി കൊടുക്കാം. മനസ്സിലായോ? അപ്പോൾ അവിടെ ഗ്യാപ്പ് കിട്ടാൻ ഇത്രയും പൊന്തി നിൽക്കും. വലിയ പൊന്തി നിൽക്കണം എന്ന് വെച്ചാൽ നിങ്ങളുടെ നന്നായി ഗ്യാപ്പ് വിടാം കേട്ടോ. അപ്പോൾ ഇത് അത്രേ ഉള്ളൂ. ഇവിടെ നിന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ മടക്കി 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 എങ്ങനെ മടക്കി ചുളിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പഫ് പോലെ അങ്ങ് ഇട്ട് കൊടുക്കുക. കാര്യം ചെയ്യണം. ഇലാസ്റ്റിക് ഇടാണെന്ന് വെച്ചാൽ ഇവിടെ ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിപ്പോൾ നമ്മൾക്ക് എൻ്റെ ഇവിടെ വരുന്നത് എന്ന് പറയുന്നത് ഒരു 8 ഇഞ്ചാണ് ടോട്ടൽ റൗണ്ട് ആയിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ പാതി 4ആണ്. ആ 4 നമ്മളിവിടെ മാർക്ക് ചെയ്യാം. 4 കാലാണ് വരുന്നത്. അപ്പോൾ 4 കാല് ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും ഭാഗം നമ്മൾ ഇങ്ങനെ പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് ഇങ്ങനെയാണ് ആ ഒരു ഫുള്ള് സ്ലീവായിട്ട് നിൽക്കാം. ഇത്രയും ഭാഗം നമുക്ക് സ്ലീവിൻ്റെ ഉള്ളിൽ വരാം. പക്ഷെ ഇവിടെ ഒരു തയ്യൽ തുമ്പ് വേണം, ഒരു 1/2 ഇഞ്ച്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു 1/2 ഇഞ്ച് മാത്രം നിർത്തിക്കൊണ്ട് ബാക്കിയെല്ലാം പ്ലീറ്റ് ഇട്ട് കൊടുക്കണം. അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തപ്പോൾ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ലീവ് വരുന്നത്. ഇതിൽ നമ്മൾ പടി വെച്ചടിക്കുക എന്നതാണ് അടുത്ത ലക്ഷ്യം. അപ്പം അതും നമ്മൾ ഇങ്ങനെ എടുക്കാം. ഇതിൻ്റെ ആ ലെവലിൽ തന്നെ എടുക്കാം കേട്ടോ. 8ആണ് ഇത് മൊത്തം വരുന്നത്. കണ്ടോ, ഇത്രയും തന്നെ ലെങ്ത്തിലെടുക്കാം. ഒരു 1/2 ഇഞ്ച് കൂട്ടിയെടുക്കാം. ബാക്കി നമുക്ക് അതിനകത്ത് കട്ട് ചെയ്ത് കളയാം. അങ്ങനെയൊക്കെയാണ് പറയുന്നത്. എന്നിട്ട് ഇത് നമ്മളിങ്ങനെ മറച്ച് വെച്ചിട്ട് ഇതിൻ്റെ നല്ല വശം ഈ മറച്ച വശത്തോട് ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് പോവാം. എന്നിട്ട് ഇത് ഇപ്പുറത്തോട്ട് മറിച്ചിട്ട് ഇങ്ങനെ ഇപ്പുറത്തോട്ട് മറിച്ച് ഇങ്ങനെ മടക്കി വെക്കാം. ഇല്ല വെച്ചാൽ ഇത് രണ്ടും കൂടെ നിങ്ങൾ ഇങ്ങനെ അതേപോലെ തന്നെ ഇവിടെ നിന്ന് 1/2 ഇഞ്ച് മടക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് അയൺ ചെയ്യാം. അയൺ ചെയ്തതിന് ശേഷം ഈ ഭാഗം ഇങ്ങനെ കയറ്റി കൊടുക്കാം. ഇങ്ങനെ കയറ്റി കൊടുത്തിട്ട് ഒറ്റ അടിക്ക് അങ്ങോട്ട് കാര്യം കഴിക്കാം. ഈ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ എന്തായാലും ഇങ്ങനെ പിന്ന് വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം ചെയ്യുക. അപ്പം കുറച്ച് വൃത്തിക്ക് കിട്ടും. എന്നിട്ട് ഇവിടെ ഇങ്ങനെ പതിയെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഇങ്ങനെ 2 മടക്കിയിട്ട് വീണ്ടും ഇങ്ങനെ മടക്കി വെച്ചിട്ട് പിൻ ചെയ്തേക്കാം കേട്ടോ. അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അത് ഇത്രയാണ് നമ്മുടെ സ്ലീവ് വരുന്നത്. പിന്നെ ഈ സ്റ്റിച്ച് വരാത്ത രീതിയിലും നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. അങ്ങനെ 2 സ്ലീവും ചെയ്യുക. എന്നിട്ട് നമ്മൾ കുർത്തിയിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ബോഡി പാർട്ടിലേക്ക് കിടക്കാം. പക്ഷെ അത് നെക്സ്റ്റ് വീഡിയോ ആയിട്ടായിരിക്കും കാണിക്കുക കേട്ടോ. ഞാൻ ഒരുമിച്ച് എന്തായാലും എടുക്കും, പക്ഷെ അത് നെക്സ്റ്റ് വീഡിയോ ആയിട്ടാണ് കാണിക്കുക. അപ്പം ഇപ്പോൾ പറഞ്ഞത് തന്നെ നല്ല ലെങ്തി ആയിട്ടാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട്